സാക്ഷ്യജീവിതം പരിശുദ്ധ ജീവിതം, സാക്ഷ്യജീവിതം ശുദ്ധ സ്നേഹജീവിതം, സാക്ഷ്യജീവിതം പരിശുദ്ധ ജീവിതം, സാക്ഷ്യജീവിതം ശുദ്ധ സ്നേഹജീവിതം, സാക്ഷ്യജീവിതം സമാധാന ജീവിതം, സാക്ഷ്യജീവിതം എന്നും ശാന്തജീവിതം, സാക്ഷ്യജീവിതം സമാധാന ജീവിതം, സാക്ഷ്യജീവിതം എന്നും ശാന്തജീവിതം, സാക്ഷ്യജീവിതം പരിശുദ്ധ ജീവിതം, സാക്ഷ്യജീവിതം ശുദ്ധ സ്നേഹജീവിതം. ക്രിസ്തുവിന്റെ മനസ്സറിഞ്ഞ ലളിത ജീവിതം, ക്രിസ്തുവിന്റെ ഹൃദയമാർന്ന സാക്ഷ്യജീവിതം, ക്രിസ്തുവിന്റെ മനസ്സറിഞ്ഞ ലളിത ജീവിതം, ക്രിസ്തുവിന്റെ ഹൃദയമാർന്ന സാക്ഷ്യജീവിതം, ക്രിസ്തുവിന്റെ പ്രതിഫലനമായ ജീവിതം, ക്രിസ്തുവിനു മഹത്വമേകും സാക്ഷ്യജീവിതം, ക്രിസ്തുവിന്റെ പ്രതിഫലനമായ ജീവിതം, ക്രിസ്തുവിനു മഹത്വമേകും സാക്ഷ്യജീവിതം, സാക്ഷ്യജീവിതം പരിശുദ്ധ ജീവിതം, സാക്ഷ്യജീവിതം ശുദ്ധ സ്നേഹജീവിതം. നിത്യജീവനേകിടുന്ന സാക്ഷ്യജീവിതം, നിത്യതയിൽ പ്രതിഫലങ്ങളേകും ജീവിതം, നിത്യജീവനേകിടുന്ന സാക്ഷ്യജീവിതം, നിത്യതയിൽ പ്രതിഫലങ്ങളേകും ജീവിതം, സത്യസാക്ഷി വൃന്ദം ചുറ്റും നിൽക്കും ജീവിതം, പാപഭാരമാകെ നീക്കും ധീരജീവിതം, സത്യസാക്ഷി വൃന്ദം ചുറ്റും നിൽക്കും ജീവിതം, പാപഭാരമാകെ നീക്കും ധീരജീവിതം, സാക്ഷ്യജീവിതം പരിശുദ്ധ ജീവിതം, സാക്ഷ്യജീവിതം ശുദ്ധ സ്നേഹജീവിതം. ക്രിസ്തുവിന്റെ തിരുനിണത്താൽ കഴുകും ജീവിതം, ക്രിസ്തുവിന്റെ ഛായ നേടും സാക്ഷ്യജീവിതം, ക്രിസ്തുവിന്റെ തിരുനിണത്താൽ കഴുകും ജീവിതം, ക്രിസ്തുവിന്റെ ഛായ നേടും സാക്ഷ്യജീവിതം, ക്രിസ്തുവിന്റെ വരവിനായി നോക്കി പാർത്തിടും പ്രത്യാശയേറും ജീവിതമേ സാക്ഷ്യജീവിതം, ക്രിസ്തുവിന്റെ വരവിനായി നോക്കി പാർത്തിടും പ്രത്യാശയേറും ജീവിതമേ സാക്ഷ്യജീവിതം, സാക്ഷ്യജീവിതം പരിശുദ്ധ ജീവിതം, സാക്ഷ്യജീവിതം ശുദ്ധ സ്നേഹജീവിതം, സാക്ഷ്യജീവിതം പരിശുദ്ധ ജീവിതം, സാക്ഷ്യജീവിതം ശുദ്ധ സ്നേഹജീവിതം, സാക്ഷ്യജീവിതം സമാധാന ജീവിതം, സാക്ഷ്യജീവിതം എന്നും ശാന്തജീവിതം, സാക്ഷ്യജീവിതം സമാധാന ജീവിതം, സാക്ഷ്യജീവിതം എന്നും ശാന്തജീവിതം, സാക്ഷ്യജീവിതം പരിശുദ്ധ ജീവിതം, സാക്ഷ്യജീവിതം ശുദ്ധ സ്നേഹജീവിതം. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ.
ഉൽപ്പത്തി പുസ്തകം 35 അധ്യായം 14 വാക്യം. അവൻ തന്നോട് സംസാരിച്ചെടുത്ത് യാക്കോബ് ഒരു കൽത്തൂൺ നിർത്തി, അതിന്മേൽ ഒരു പാനീയയാഗം ഒഴിച്ചു, എണ്ണയും പകർന്നു. ദൈവം തന്നോട് സംസാരിച്ച സ്ഥലത്തിന് യാക്കോബ് ബേഥേൽ എന്ന് പേരിട്ടു. യാക്കോബ് കൽത്തൂണുകൾ നാട്ടി എന്നതിനെക്കുറിച്ച് നാം കഴിഞ്ഞ ചില അവസരങ്ങളിലായി ചിന്തിച്ചു വരികയായിരുന്നു. 4 കൽത്തൂണുകൾ നാട്ടി എന്ന് അന്ന് നാം ആമുഖമായി ധ്യാനിച്ചത് നിങ്ങൾക്ക് ഓർമ്മ കാണുമായിരിക്കും. ഉൽപ്പത്തി പുസ്തകം 28 അധ്യായത്തിൽ 18 വാക്യത്തിലാണ് നാം കണ്ടത്. യാക്കോബ് അധികാലത്ത് എഴുന്നേറ്റ് തലേണിയായി വെച്ചിരുന്ന കല്ലെടുത്ത് തൂണായി നിർത്തി, അതിന്മേൽ എണ്ണി ഒഴിച്ചു. അവൻ ആ സ്ഥലത്തിന് ബേഥേൽ എന്ന് പേർ വിളിച്ചു. യാക്കോബ് ദൈവത്തോടൊരു നേർച്ച നേർന്നു. 22 വാക്യം. ഞാൻ തൂണായി നിർത്തിയ ഈ കല്ല് ദൈവത്തിൻ്റെ ആലയവുമാകും. നീ എനിക്ക് തരുന്ന സകലത്തിലും ഞാൻ നിനക്ക് ദശാംശം തരും എന്ന് പറഞ്ഞു. യാക്കോബിൻ്റെ ജീവിതത്തിൽ ആദ്യം നാട്ടിയ കൽത്തൂൺ ഉൽപ്പത്തി പുസ്തകം 28 അധ്യായത്തിലാണ് നാം കണ്ടത്. അവിടെ ആ കൽത്തൂൺ നാട്ടിയിട്ട് യാക്കോബ് സ്ഥലത്തിന് ബേഥേൽ എന്ന് പേര് വിളിച്ചു. രണ്ടാമത് യാക്കോബ് നാട്ടിയ കൽത്തൂൺ നാം കാണുന്നത് 31 അധ്യായത്തിലാണ്. 31 അധ്യായത്തിൽ 45-46 വാക്യങ്ങളിൽ. അപ്പോൾ യാക്കോബ് ഒരു കല്ലെടുത്ത് തൂണായി നിർത്തി, കല്ല് കൂട്ടുവീൻ എന്ന് യാക്കോബ് തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞു. അവർ കല്ലെടുത്തു, ഒരു കൂമ്പാരമുണ്ടാക്കി, കൂമ്പാരത്തിന്മേൽ വെച്ച് അവർ ഭക്ഷണം കഴിച്ചു. യാക്കോബിൻ്റെ ജീവിതത്തിലെ രണ്ടാമത്തെ കൽത്തൂൺ ലാബാൻ അമ്മാവനായ ലാബാനുമായി വ്യക്തമായൊരു വേർതിരിവിൻ്റെ ഉടമ്പടി ചെയ്തതായ സ്ഥലമാണ് കൽത്തൂൺ നാട്ടി. മൂന്നാമത്തെ കൽത്തൂണാണ് 35 അധ്യായത്തിൽ നാം കാണുന്നത്. 13-14 വാക്യങ്ങൾ. അവനോട് സംസാരിച്ച സ്ഥലത്ത് നിന്ന് ദൈവം അവനെ വിട്ട് കയറിപ്പോയി. അവൻ തന്നോട് സംസാരിച്ചെടുത്ത് യാക്കോബ് ഒരു കൽത്തൂൺ നിർത്തി, അതിന്മേലൊരു പാനീയയാഗം ഒഴിച്ചു, എണ്ണയും പകർന്നു. ദൈവം തന്നോട് സംസാരിച്ച സ്ഥലത്തിന് യാക്കോബ് ബേഥേൽ എന്ന് പേരിട്ടു. 28 അധ്യായത്തിൽ ഈ ബേഥേൽ എന്ന് പേരിട്ടതിനെക്കുറിച്ചും അവിടെ കൽത്തൂൺ നാട്ടിയതിനെക്കുറിച്ചും പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ 35 അധ്യായത്തിൽ പിന്നെയും അത് തന്നെ പറയുന്നു. പക്ഷേ ഇത് 2 സംഭവങ്ങൾ തമ്മിൽ 20 വർഷങ്ങളുടെ അകൽച്ചയുണ്ട്. 28 അധ്യായത്തിൽ കൽത്തൂൺ നാട്ടിയത് കഴിഞ്ഞ് പിന്നെ 20 വർഷം കഴിഞ്ഞുള്ള സംഭവമാണ് ഇപ്പോൾ കാണുന്നത് 35 അധ്യായത്തിൽ. അങ്ങ് ഹാരാനിലേക്ക് പോകുമ്പോഴാണ് ലൂസ് എന്ന സ്ഥലത്ത് വെച്ച് ഈ കൽത്തൂൺ നാട്ടിയത്. ലൂസ് എന്ന സ്ഥലത്തിൻ്റെ ബേഥേൽ എന്ന് പേര് വിളിച്ചത്. അന്ന് വലിയൊരു ഉടമ്പടി ചെയ്തു, ഈ ദൈവത്തിൻ്റെ ആലയമായിരിക്കും എന്ന് ദൈവസന്നിധിയിൽ യാക്കോബ് ഒരു ഉടമ്പടി ചെയ്തു. എന്നാൽ 20 വർഷം കഴിഞ്ഞ് ഹാരാനിൽ നിന്ന് മടങ്ങിപ്പോരുകയാണ്. ഹാരാനിൽ നിന്ന് കനാനിലേക്ക് മടങ്ങിപ്പോരുകയാണ്. ഹാരാനിൽ നിന്ന് മടങ്ങിപ്പോരുമ്പോൾ, സ്വന്തം പിതൃഭവനത്തിലേക്ക് മടങ്ങിപ്പോരുമ്പോൾ, അപ്പോഴാണ് ബേഥേലിൽ വന്നപ്പോൾ ഉടമ്പടി പുതുക്കുന്നത്. വർഷങ്ങൾ കഴിഞ്ഞ് ഒരു പുനഃപ്രതിഷ്ഠ എടുക്കുകയാണ്. പുനഃപ്രതിഷ്ഠ, വീണ്ടും ഒരു സമർപ്പണം, വീണ്ടും ഒരു പ്രതിഷ്ഠ, വീണ്ടും ഒരു ഉടമ്പടി. ദൈവത്തോട് ചെയ്യുന്ന നിയമം, ദൈവത്തോട് ചെയ്യുന്ന ഉടമ്പടി. ഈ രക്ഷ എന്നുള്ളത് ഇൻസ്റ്റൻറ്റ് ഗ്രേസ് അല്ല. അത് പടിപടിയായൊരു വളർച്ചയിൽ കൂടെ മുന്നോട്ട് പോകുന്നതാണ്. അത് വിശുദ്ധീകരണത്തിൻ്റെ അനുഭവത്തിൽ കൂടി വളർന്നു പോകുന്നതാണ്. രക്ഷിക്കപ്പെടുക എന്ന് പറയുന്ന ഒരു അനുഭവമുണ്ട്. അത് ജീവിതത്തിൽ ഒരിക്കലായിട്ട് എടുക്കുന്നൊരു തീരുമാനമാണ്. പക്ഷേ അതുകൊണ്ട് ആരും പൂർണ്ണരായി തീരുന്നില്ല. ഒരു ശിശു ജനിച്ചു എന്നുള്ളത് കൊണ്ട് ആ ശിശു പ്രായപൂർത്തിയായില്ലല്ലോ. നമ്മുടെ ജീവിതത്തിൽ നാം ദൈവസന്നിധിയിൽ വ്യക്തമായി ഒരു തീരുമാനമെടുക്കുകയും ജീവിതം യേശുക്രിസ്തുവിന് കൈമാറുകയും ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവമുണ്ട്. ആ സമയത്ത് തീർച്ചയായും ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ വരുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹം നമ്മിൽ നിക്ഷേപിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ ആവസിക്കുന്നുണ്ട്. നമ്മുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതുന്നുണ്ട്. പക്ഷേ
പിന്നീട് നമ്മുടെ ജീവിതത്തിൽ ഏറെയേറെ അനുഭവങ്ങൾ നാം പ്രാപിച്ച് വരികയാണ്. ആ അനുഭവങ്ങളെല്ലാം ശുദ്ധീകരണ പ്രക്രിയയാണ്. അതൊരു പ്രോസസ്സാണ്. അതൊരു നിരന്തരമായ കാര്യപരിപാടിയാണ്. അത് പരിശുദ്ധാത്മാവിൻ്റെ കാര്യപരിപാടിയാണ്. ഞാൻ ജീവിതത്തിൽ എൻ്റെ കർത്താവും രക്ഷിതാവുമായി ക്രിസ്തുവിനെ സ്വീകരിക്കുന്നു എന്നുള്ള ഒരനുഭവത്തിലേക്ക് വന്നതിന് ശേഷം പിന്നെ എത്രയെത്ര അനുഭവങ്ങളിലൂടെയാണ് ദൈവം നടത്തിയത്. എല്ലാം ശുദ്ധീകരണത്തിൻ്റെ അനുഭവങ്ങൾ. ഈ ആളത്വം ഇനിയും രൂപാന്തരപ്പെടേണ്ടിയിരിക്കുന്നു, ഇനിയും മാറേണ്ടിയിരിക്കുന്നു. രക്ഷിക്കപ്പെടുക എന്നുള്ള ആ ആദ്യമെടുത്തൊരു തീരുമാനം, ജീവിതത്തിൽ വന്നതായ ആ ഒരു സന്ദർഭത്തിൽ വന്നതായ ഒരു ആത്മീയ അനുഗ്രഹം, അത് പൂർത്തീകരണമല്ല, അത് തികവല്ല, അത് കംപ്ലീഷനല്ല, അത് പെർഫെക്ഷനല്ല. എന്നാൽ നേരെ മറിച്ച് നമ്മുടെ ജീവിതത്തിൽ നിരന്തരം നമ്മൾ ശുദ്ധീകരണം അനുഭവിക്കണം. നമ്മിൽ നിന്ന് പലതും ഇനിയും മാറാനുണ്ട്. കഴിഞ്ഞൊരവസരത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ലംഘനങ്ങൾ ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാനും തിരുവചനം പറയുന്നു. ലംഘനങ്ങൾ കർത്താവ് ക്ഷമിച്ചു തരികയാണ്, പാപം മറച്ചു തരികയാണ്. പാപം മറച്ചു തരിക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ രക്തത്തിലുള്ളതായ പാപപ്രവണത, പാപ സ്വഭാവം, പാപത്തിൻ്റെ നേച്ചർ, പാപത്തിൻ്റെ പ്രകൃതി അത് മറച്ചു തരികയാണ്. അത് യേശുക്രിസ്തുവിൻ്റെ തിരുരക്തമെന്ന് മറയ്ക്കുകയാണ്. നീതിയിൻ വസ്ത്രത്താൽ നമ്മെ പൊതിയുകയാണ്. നീതിയിൻ വസ്ത്രം കൊണ്ട് നമ്മെ പൊതിയുകയാണ്. നമ്മുടെ ആളത്വത്തിൽ എന്തെല്ലാം പാപത്തിൻ്റെ പ്രകൃതികളുണ്ട്, പാപത്തിൻ്റെ നേച്ചറുണ്ട്, പാപത്തിൻ്റെ സ്വഭാവങ്ങളുണ്ട് എന്നത് വേറെ ആരും കാണാതെ, പിശാച് പോലും കാണാതെ ക്രിസ്തുവിൻ രക്തത്താൽ മറച്ചു തരികയാണ്. പക്ഷേ അതവിടെ ഉണ്ട്. മറച്ചു തരുന്നു എന്നുള്ളത് കൊണ്ട് അത് തീർന്നില്ല, അത് അവിടെ തന്നെ ഉണ്ട്. എന്നാൽ ഈ പാപത്തിൻ്റെ പ്രകൃതിയിൽ നിന്ന് ഉറന്നു വരുന്നതായ പാപത്തിൻ്റെ ചിന്തകളുണ്ട്, പാപത്തിൻ്റെ വാക്കുകളുണ്ട്, പാപത്തിൻ്റെ പ്രവൃത്തികളുണ്ട്. ഇവയെല്ലാം ലംഘനങ്ങളാണ്. പാപത്തിൻ്റെ ഒരു പ്രവണത എന്നിൽ ഉള്ളതുകൊണ്ടാണ് മനുഷ്യൻ നുണ പറയുന്നത്. പാപത്തിൻ്റെ പ്രവണത ഉള്ളതുകൊണ്ടാണ് കാപട്യം ഭാവിക്കുന്നത്. പാപത്തിൻ്റെ പ്രവണത ഉള്ളതുകൊണ്ടാണ് ദ്രവ്യാഗ്രഹം ഉണ്ടാകുന്നത്. പാപത്തിൻ്റെ പ്രവണത ഉള്ളതുകൊണ്ടാണ് ഒരുവൻ മോഷ്ടിക്കുന്നത്, അത് ലംഘനമാണ്. പാപത്തിൻ്റെ പ്രവണത ഉള്ളതുകൊണ്ടാണ് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത്. പാപത്തിൻ്റെ നേച്ചർ ഉള്ളതുകൊണ്ടാണ് ചിലരെക്കുറിച്ച് ദൂഷ്യം പറയുന്നത്, ദൂഷണം പറയുന്നത്. വാവിഷ്ഠാണമെന്ന് വേദപുസ്തകത്തിൽ പറയുന്ന വാക്ക് ദൂഷണം പറയുക, വാവിഷ്ഠാണം പറയുന്നത്. പാപത്തിൻ്റെ നേച്ചർ ഉള്ളതുകൊണ്ടാണ് നാം പല തിന്മ പ്രവൃത്തികളും ചെയ്തു പോകുന്നത്. അതെല്ലാം ലംഘനങ്ങളാണ്. ലംഘനങ്ങളെല്ലാം ക്ഷമിച്ചു തന്നു. ജീവിതം കർത്താവിന് സമർപ്പിച്ചപ്പോൾ ലംഘനങ്ങളെല്ലാം ക്ഷമിച്ചു തന്നു. പക്ഷേ പാപത്തിൻ്റെ സ്വഭാവം അവിടെയുണ്ട്, പാപം അവിടെയുണ്ട്, സിൻഫുൾ നേച്ചർ അതവിടെയുണ്ട്. എന്നാൽ ഈ പാപത്തിൻ്റെ നേച്ചർ അത് എൻ്റെ രക്തത്തിലുണ്ട് എന്ന് ഞാൻ അറിഞ്ഞ്, പാപത്തിൻ്റെ വാക്ക് വരാത്തപ്പോഴും, പാപത്തിൻ്റെ ചിന്ത വരാത്തപ്പോഴും, പാപത്തിൻ്റെ പ്രവൃത്തി വരാത്തപ്പോഴും എൻ്റെ ആളത്വത്തിൽ പാപത്തിൻ്റെ സ്വഭാവമുണ്ട് എന്ന് ഞാൻ അറിഞ്ഞ് ഞാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്ക് വേണ്ടി നിരന്തരം യാചിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഇറ്റ്സ് എ ലോങ് പ്രോസസ്സ്. അതൊരു നീണ്ട ശുദ്ധീകരണ പ്രക്രിയയാണ്. വളരെ സുദീർഘമായ, വളരെ നീണ്ടതായ, നിസ്തന്ത്രമായ, മടികൂടാതെ നിരന്തരമായ ഒരു ശുദ്ധീകരണ പ്രവർത്തനമാണ് നമ്മിൽ നടക്കേണ്ടത്. ആ പരിശുദ്ധാത്മാവ് അത് ചെയ്തു തരികയാണ്. ഞാൻ ഓരോ സംഭവത്തിൽ കൂടി ഞാൻ എന്നെ തന്നെ അറിയുന്നു. എൻ്റെ സ്വഭാവത്തിൽ ഇന്ന പാപ പ്രവണതയുണ്ട് എന്ന് ഞാൻ അറിയുന്നു. ഓരോ കാര്യത്തിൽ കൂടി ഞാൻ എന്നെ തന്നെ ഗ്രഹിക്കുന്നു. എൻ്റെ സ്വാർത്ഥത ഞാൻ മനസ്സിലാക്കുന്നു, എൻ്റെ ദ്രവ്യാഗ്രഹം ഞാൻ മനസ്സിലാക്കുന്നു, എൻ്റെ വ്യാജഭാവം ഞാൻ മനസ്സിലാക്കുന്നു, എൻ്റെ കാപട്യം ഞാൻ മനസ്സിലാക്കുന്നു, മറ്റുള്ളവരെ തരം താഴ്ത്തി കാണുന്ന എൻ്റെ സ്വഭാവത്തിലുള്ള ന്യൂനത ഞാൻ മനസ്സിലാക്കുന്നു, മറ്റുള്ളവരെ ആദരിക്കാത്തതായ എൻ്റെ പ്രവണത ഞാൻ മനസ്സിലാക്കുന്നു, സ്നേഹശൂന്യത, സ്നേഹമില്ലായ്മ ഞാൻ മനസ്സിലാക്കുന്നു. ഇങ്ങനെ അനേകം കാര്യങ്ങൾ എൻ്റെ ഉള്ളിൽ തന്നെ ഇപ്പോഴും നിൽക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഓരോന്നോരോന്ന് മനസ്സിലാക്കും തോറും ഞാൻ കർത്താവിൻ്റെ കൃപയ്ക്ക് വേണ്ടി യാചിച്ചുകൊണ്ട്, കർത്താവേ ഇതെനിക്ക് മാറ്റി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതാണ് പ്രാർത്ഥനാ ജീവിതം. വെറുതെ ചില വാക്കുകൾ പറയുന്നതല്ല പ്രാർത്ഥന. എന്നിലുള്ളതായ, എൻ്റെ സ്വഭാവത്തിലുള്ളതായ മാലിന്യങ്ങൾ ഇന്നിന്നതെല്ലാം ഉണ്ടല്ലോ ഇപ്പോഴുമെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു, നിരന്തരം പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ ഇതിൻ്റെ കൃപ തരണമേ എന്ന് യാചിക്കുന്നു. ഇങ്ങനെ നിരന്തരം യാചിച്ച് പരിശുദ്ധാത്മാവിൻ്റെ നൽവരത്താൽ, പരിശുദ്ധാത്മാവിൻ്റെ തീ
എൻ്റെ ശരീരത്തിൽ എൻ്റെ രക്തത്തിൽ കൂടി ഒഴുകി എൻ്റെ സ്വഭാവത്തിൽ ലയിച്ച് എൻ്റെ എല്ലാ കോശങ്ങളിലും നിറഞ്ഞ് പരിശുദ്ധാത്മാവ് കരിക്കട്ടയായി എന്നെ തീക്കട്ടയാക്കി മാറ്റുന്നു. അങ്ങനെ നിരന്തരം തീപിടിച്ച് വരുന്നു. അതാണ് ശുദ്ധീകരണ പ്രക്രിയ എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. യാക്കോബിൻ്റെ ജീവിതത്തിൽ വ്യക്തമായിട്ട് കാണാം അത്. ഈ 20 കൊല്ലം യാക്കോബ് പല സംഭവങ്ങളിലൂടെ പല അനുഭവങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ്. എന്തെന്നെല്ലാം സംഭവങ്ങളാണ്, ഏതെല്ലാം കാര്യങ്ങളാണ്. അന്ന് യാക്കോബ് ആദ്യം ബേഥേലിൽ എത്തിയപ്പോൾ അന്ന് കൽത്തൂൺ നാട്ടി, അന്ന് തീരുമാനമെടുത്തു, ദൈവത്തോട് ചില സമർപ്പണങ്ങൾ പറഞ്ഞു. ദൈവസന്നിധിയിൽ വ്യക്തമായ ഒരു പ്രതിഷ്ഠയാണ് എടുത്തത്. ഇത് ദൈവത്തിൻ്റെ ആലയമായിരിക്കുമെന്ന് പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നുള്ള 20 കൊല്ലങ്ങൾ യാക്കോബ് ചിന്തിച്ചു നോക്കിയപ്പോൾ എത്രയെത്ര തെറ്റുകളാണ് സംഭവിച്ചത്. ജീവിതം മാറിയിട്ടില്ല, ജീവിതം രൂപാന്തരപ്പെട്ടിട്ടില്ല. യാക്കോബ് ഇപ്പോൾ 20 കൊല്ലങ്ങൾക്ക് ശേഷം യാക്കോബ് ഒരു പുനഃപ്രതിഷ്ഠയെടുത്തു. അതാണ് 35-ാം അധ്യായത്തിൽ അന്ന് ചിന്തിച്ച് കണ്ടത്. നമുക്ക് നോക്കാം, ഒന്ന് വായിക്കാം. 2-ാം വാക്യം മുതൽ വായിക്കാം. അപ്പോൾ യാക്കോബ് തൻ്റെ കുടുംബത്തോടും കൂടെയുള്ള എല്ലാവരോടും, നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ നീക്കിക്കളഞ്ഞ് നിങ്ങളെ ശുദ്ധീകരിച്ച വസ്ത്രം മാറുവിൻ, നാം പുറപ്പെട്ട് ബേഥേലിലേക്ക് പോകാം. നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് വസ്ത്രം മാറുവീൻ. ശുദ്ധീകരണം നടക്കട്ടെ. നിങ്ങളിൽ അന്യദേവന്മാരുണ്ട്. ദൈവത്തെക്കാൾ കൂടുതൽ എന്തിനെ സ്നേഹിക്കുന്നുവോ അത് അന്യദേവന്മാരാണ്, അത് വിഗ്രഹങ്ങളാണ്. ദൈവത്തെക്കാൾ എന്തിനെ സ്നേഹിക്കുന്നുവോ, ആരെ സ്നേഹിക്കുന്നുവോ അതൊരു വിഗ്രഹമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വിഗ്രഹങ്ങളുണ്ട്. യാക്കോബ് പറഞ്ഞു, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കൂ, ശുദ്ധീകരിച്ചിട്ട് നിങ്ങൾ വസ്ത്രം മാറുവീൻ. യാക്കോബ് ഇക്കാര്യം പറഞ്ഞ് ശുദ്ധീകരണ പ്രവർത്തനമോടെ നടത്തുകയാണ്. എന്താണ് ചെയ്തത്? അവരുടെ കാതുകളിലെ കുണുക്കുകൾ, വിഗ്രഹങ്ങൾ, ഗ്രഹബിംബങ്ങൾ, മിഥ്യാപൂജയ്ക്കുള്ളതായ പല വസ്തുക്കൾ, എല്ലാം അവരുടെ കയ്യിലുണ്ടായിരുന്നത്. ഹാരാനിൽ പാർത്ത കാലത്ത്, വിഗ്രഹാരാധികളുടെ ഇടയിൽ പാർത്ത കാലത്ത് ഈ കഴിഞ്ഞ 20 കൊല്ലമായി നേടിയെടുത്തതായ കുറേയേറെ പാപത്തിൻ്റെ കൂമ്പാരങ്ങളുണ്ട്, വിഗ്രഹങ്ങളുണ്ട്. അതെല്ലാം കൊണ്ടുവരാൻ പറഞ്ഞു. എല്ലാം കൊണ്ടുവന്നു. എല്ലാം കൊണ്ടുവന്ന് അവിടെ കരുവേരകത്തിൻ കീഴിൽ കുഴിച്ചിട്ടു. എല്ലാം കുഴിച്ചു മൂടി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ, ഓരോരുത്തരുടെയും ജീവിതത്തിൽ നാം ഇനിയും കുഴിച്ചു മൂടേണ്ടതായ ചില വിഗ്രഹങ്ങളുണ്ട് എന്ന് നാം കണ്ടെത്തുക. ഇനിയും കുഴിച്ചു മൂടേണ്ടത്, ഇനിയും ഒരിക്കലും പൊങ്ങി വരാതെ വണ്ണം മറിച്ച് താഴ്ത്തിക്കളയേണ്ടത് ചിലതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഇനിയും ഉണ്ട്. അവ നാം ഓരോന്നോരോന്നായി കൊണ്ടുവന്ന് കർത്താവിൻ്റെ ബലിപീഠത്തിന് മുൻപാകെ ക്രൂസിൻ്റെ ചുവട്ടിൽ നാം അർപ്പണം ചെയ്യണം. അവയെല്ലാം കുഴിച്ചു മൂടണം. ആ കുരിശിൽ നിന്ന് ഒഴുകുന്ന തിരക്തത്താൽ എല്ലാം തീർന്നു പോകണം, കത്തിപ്പോകണം, എല്ലാം ദഹിച്ചു പോകണം. അത് സംഭവിക്കേണ്ട കാര്യമാണ്, നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടതാണ്. യാക്കോബ് എല്ലാം കൊണ്ടുവന്ന് കുഴിച്ചു മൂടി. ആ കുഴിച്ചു മൂടിയ കൂട്ടത്തിൽ യാക്കോബ് അറിഞ്ഞില്ല, എല്ലാം കൊണ്ടുവന്നു. മൂടിയ കൂട്ടത്തിൽ റാഹേൽ അപ്പൻ്റെ അടുക്കൽ നിന്ന് കൊണ്ടുവന്ന്, യാക്കോബിൻ്റെ ഇഷ്ടഭാര്യയായ റാഹേൽ കൊണ്ടുവന്ന് ഗ്രഹബിംബങ്ങളും ഉണ്ടായിരുന്നു. അതും കൊണ്ടുവന്നു. പാളയത്തിനകമെല്ലാം ഒരു ശുദ്ധീകരണം നടന്നു. വളരെ മനോഹരമായ ഒരു സംഭവമാണ്. പാളയത്തിനകമെല്ലാം ഒരു ശുദ്ധീകരണം നടന്നു. ഇതെല്ലാം കഴിഞ്ഞ് നാം വായിക്കുന്നുണ്ട് 35-ാം അധ്യായത്തിൽ 9-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണാം മനോഹരമായൊരു വാക്യം. യാക്കോബ് പത്തനരാമിൽ വന്ന ശേഷം ദൈവം അവന് പിന്നെയും പ്രത്യക്ഷനായി അവനെ അനുഗ്രഹിച്ചു. ദൈവത്തിന് സ്തോത്രം. യാക്കോബിനെ ദൈവം അനുഗ്രഹിച്ചു. ശുദ്ധീകരണം നടക്കുമ്പോഴാണ് അനുഗ്രഹം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദയവായി ശ്രദ്ധിക്കൂ. ശുദ്ധീകരണം നടക്കുമ്പോഴാണ് അനുഗ്രഹം. നമുക്കെല്ലാം അനുഗ്രഹം വേണം. പലതരത്തിലുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് വേണം. ഏതെല്ലാം അനുഗ്രഹങ്ങളാണ് നമുക്ക് വേണ്ടത്? നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങൾ എന്തെല്ലാമാണ്? ദൈവം നമുക്ക് ചെയ്തു തരേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? നമുക്കെല്ലാവർക്കും അനുഗ്രഹം വേണം. കുടുംബത്തിൽ സ്വൈര്യം വേണം, കുടുംബത്തിൽ സമാധാനം വേണം, മക്കൾ നന്നായി വളർന്നു വരണം, അവർ നല്ല പഠിക്കുന്നവരായി തീരണം, നല്ല നാളുകൾ, നല്ല ശോഭനമായ ഭാവി നേടിയെടുക്കുന്നവരായി തീരണം, അവരുടെ ഭാവി അനുഗ്രഹീതമായി തീരണം, നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യം പുലരണം. ഇന്ന് നമുക്ക് എന്ത് സമ്പാദിച്ചാലും കയ്യിൽ നിൽക്കുന്നില്ല, എല്ലാം കൈ ചോർന്നു പോകുന്നു. എന്നാൽ കയ്യിൽ എല്ലാം തങ്ങുന്നൊരു നല്ല കാലം വരണം. നമ്മുടെ ആവശ്യങ്ങളെല്ലാം നിറവേറാൻ പൈസ ഉണ്ടാകണം, നമ്മുടെ രോഗം മാറണം, നമുക്ക് കുഞ്ഞുങ്ങളുണ്ടാകണം, നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കണം. പല പല കാര്യങ്ങൾ നമുക്ക് ആഗ്രഹങ്ങളുണ്ട്, ഭൗതികമായ ആഗ്രഹങ്ങൾ. അതിനെല്ലാം അപ്പുറത്ത് നമുക്ക് ആത്മീയമായ ആഗ്രഹങ്ങളുണ്ട്. വിശുദ്ധിയിൽ ജീവിക്കണം, എൻ്റെ കോപ പ്രവണതകൾ മാറണം, എൻ്റെ കോപവും ക്രോധവും മാറണം,
എൻ്റെ വാശിയും വൈരാഗ്യവും മാറണം, എൻ്റെ പകയും വിദ്വേഷവും മാറണം, എൻ്റെ ദ്രവ്യാഗ്രഹവും സ്വാർത്ഥതയും മാറണം, എൻ്റെ സ്ഥാനമോഹം മാറണം. എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ അനേകം പാപങ്ങൾ ഇപ്പോഴുണ്ടല്ലോ, ഇതെല്ലാം മാറണം. നമുക്കിതിലെ ആഗ്രഹങ്ങളുണ്ട്, നമുക്കിതിലെ ആവശ്യങ്ങളുണ്ട്. ഈ ആവശ്യങ്ങളെല്ലാം നേടിയെടുക്കുന്നതാണ് അനുഗ്രഹം എന്ന് പറയുന്നത്. ഇവിടെ വായിക്കുന്നു, ദൈവം യാക്കോബിനെ പിന്നെയും അനുഗ്രഹിച്ചു. ദൈവത്തിന് സ്തോത്രം. യാക്കോബിനെ ദൈവം അനുഗ്രഹിക്കുകയാണ്. ദൈവം എന്നും അനുഗ്രഹിക്കുന്നവനാണ്. അനുഗ്രഹിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ അത്ഭുതകരമായ സ്നേഹത്തിൻ്റെ പ്രവൃത്തി. നിങ്ങൾ ദയവായി മനസ്സിലാക്കൂ, നിങ്ങൾക്ക് അനുഗ്രഹം വേണം എങ്കിൽ അനുഗ്രഹിക്കാൻ യേശു വന്നിട്ടുണ്ട്. അനുഗ്രഹിക്കാൻ യേശു നിങ്ങളുടെ അരികത്ത് നിൽക്കുന്നുണ്ട്. അനുഗ്രഹിക്കാൻ യേശുവിൻ്റെ കരം നീട്ടുന്നുണ്ട്. എന്താണ് നാം ചെയ്യേണ്ടത്? യാക്കോബ് ചെയ്തതുപോലെ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ ശോധന ചെയ്ത് സകല വിഗ്രഹങ്ങളെയും കുരിശിൻ ചുവട്ടിൽ കുഴിച്ചു മൂടുക. അനുഗ്രഹം കിട്ടും. അനുഗ്രഹിച്ചു എന്നാണ് പറയുന്നത്. ആ വാക്ക് അണ്ടർലൈൻ ചെയ്യേണ്ട വാക്കാണ്, വേദപുസ്തകത്തിൽ അടിയിൽ വരയ്ക്കേണ്ട വാക്കാണ്. യാക്കോബ് 12 നിന്ന് വന്ന ശേഷം ദൈവം അവന് പിന്നെയും പ്രത്യക്ഷനായി അവനെ അനുഗ്രഹിച്ചു. ദൈവം അനുഗ്രഹിച്ചു. സ്നേഹിതരെ, നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ശുദ്ധീകരണം നിങ്ങളിൽ നടക്കട്ടെ. നിങ്ങളുടെ പ്രവണതകൾ നിങ്ങൾ കാണട്ടെ. ഇന്ന് നിങ്ങളിൽ ദൈവം പ്രസാദിക്കാത്തതായുള്ള സ്വഭാവങ്ങൾ ദൈവം അറിയട്ടെ, നിങ്ങളെ അറിയിച്ചു തരട്ടെ. ദൈവം നിങ്ങൾ കാണിച്ചു തരട്ടെ. ദൈവം നിങ്ങൾക്ക് ഒരു ശരിയായ സുബോധം തരട്ടെ. നിങ്ങൾക്ക് ദൈവം പാവബോധം തരട്ടെ. നിങ്ങൾക്ക് ദൈവം കുറ്റബോധം തന്ന ഒരു എളിമ തരട്ടെ. യാക്കോബിനെ ദൈവം അനുഗ്രഹിച്ചു. ദൈവം യാക്കോബിനോട് എന്ത് പറഞ്ഞു? ദൈവം അവനോട് നിന്റെ പേര് യാക്കോബ് എന്നല്ലോ, ഇനി നിനക്ക് യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് തന്നെ പേരാകണമെന്ന് കൽപ്പിച്ച് അവന് ഇസ്രായേൽ എന്ന് പേരിട്ടു. അതും വളരെ മനോഹരമായൊരു കാര്യമാണ്. 32-ാം അധ്യായം വായിക്കുമ്പോൾ നാം കാണുന്നുണ്ട്, ഇനി നിന്റെ പേര് യാക്കോബ് എന്നല്ല, നിന്റെ പേര് ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും എന്ന് ദൈവം പറഞ്ഞത് 32-ാം അധ്യായം 28-ാം വാക്യത്തിൽ നിന്ന് കാണുന്നുണ്ട്. നമുക്ക് വായിക്കാം. 32-ാം അധ്യായം 28-ാം വാക്യം. നീ ദൈവത്തോടും മനുഷ്യരോടും മല്ല് പിടിച്ച് ജയിച്ചതുകൊണ്ട് നിന്റെ പേർ ഇനി യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുമെന്ന് അവൻ പറഞ്ഞു. ഇസ്രായേൽ എന്ന് നിന്റെ പേര് വരുമെന്ന് ദൈവം പറഞ്ഞു. അത് മുമ്പൊരവസരത്തിൽ ഉണ്ടായതാണ്. മുമ്പൊരവസരത്തിൽ ദൈവം അവന് വെളിപ്പെട്ട് അവനോട് സംസാരിച്ചതാണ്. നിന്റെ പേരിനി യാക്കോബ് എന്നല്ല, നിന്റെ പേര് ഇസ്രായേൽ എന്നാകും. പക്ഷേ ഇത്രയും കാലം യാക്കോബിനെ ഇസ്രായേൽ എന്നല്ല കർത്താവ് പിന്നെ വിളിച്ചത്. പിന്നെയും യാക്കോബ് യാക്കോബ് എന്ന് വിളിച്ചു. അവൻ്റെ ജീവിതത്തിൽ ശുദ്ധീകരണം നടക്കണം. ദൈവം നമുക്ക് പുതിയ പേര് തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് പുതിയ പേരിൻ്റെ വാഗ്ദത്തം തന്നിട്ടുണ്ട്. പക്ഷേ അത് നമ്മിൽ നിലനിൽക്കണമെങ്കിൽ, നമുക്കത് സ്വന്തമായി അനുഭവമാകണമെങ്കിൽ നമ്മിൽ ശുദ്ധീകരണം നടക്കണം. ഇപ്പോൾ ദൈവം പറയുകയാണ്, 35-ാം അധ്യായത്തിൽ വന്നപ്പോൾ ദൈവം പറയുകയാണ്, ഇനി നിനക്ക് യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് തന്നെ പേരാകണമെന്ന് കൽപ്പിച്ച് അവൻ ഇസ്രായേൽ എന്ന് പേരിട്ടു. പ്രിയപ്പെട്ടവരെ, ദൈവം ഇതിനു മുൻപ് അവൻ ഇസ്രായേൽ എന്ന് പേര് കൊടുത്തതായിരുന്നല്ലോ. പിന്നെ എന്തിനാണ് ഇപ്പോൾ വീണ്ടും പേര് അങ്ങനെ തന്നെ പറയുന്നത്? അവൻ്റെ ജീവിതത്തിൽ ദൈവം കൊടുക്കാനുള്ളത് കൊടുത്തെങ്കിലും അവനത് സ്വന്തമായി അനുഭവമാക്കിയില്ല. നിങ്ങൾ അനേകം പേർക്ക് ദൈവം അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ പലരും അത് അനുഭവമാക്കിയില്ല. ദൈവം നിങ്ങൾക്ക് വാഗ്ദത്തങ്ങൾ തന്നു. ദൈവം വലിയ വലിയ പ്രതീക്ഷകൾ നിങ്ങളിൽ പുലർത്തി. വലിയ ആശയോടെ നിങ്ങൾ വീണ്ടെടുത്തു. വളരെ ആഗ്രഹത്തോടെ കർത്താവ് തൻ്റെ ജനമായി ചേർത്തു. നിങ്ങളെ ചേർത്തണച്ച് കർത്താവ് തൻ്റെ മഹത്വമുള്ള വേല പരമേൽപ്പിച്ചു. പക്ഷേ ദൈവത്തിൻ്റെ ആഗ്രഹം നിങ്ങൾ നിറവേറ്റിയില്ല, നിങ്ങൾ അനുഭവിച്ചില്ല. ഇപ്പോൾ കർത്താവ് ശുദ്ധീകരണം തന്നിട്ട് കർത്താവ് പറയുന്നു, ഇനി നിനക്ക് ആ പേര് തന്നെയാകും, പുതിയ പേര് തന്നെയാകും. ഇസ്രായേൽ എന്ന് പേര് വിളിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് എൻ്റെ സഹോദരീ സഹോദരന്മാരെ, നിങ്ങൾ ദയവായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കൂ. നിങ്ങൾ ദയവായി ഒന്ന് ശ്രദ്ധിക്കൂ. എൻ്റെ കർത്താവേ, കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ പല തീരുമാനങ്ങൾ എടുത്തു. കഴിഞ്ഞ കാലങ്ങളിൽ നീ എനിക്ക് പല വാഗ്ദാനങ്ങൾ തന്നു. എന്നെ നീ അനുഗ്രഹിച്ചു. എന്നെക്കുറിച്ച് വലിയ പ്രതീക്ഷകൾ നീ പുലർത്തി. വലിയ ആശകൾ നിനക്കുണ്ട് എന്നും അറിയിച്ചു. എന്നാൽ ഇതുവരെയും ഒന്നും നിറവേറിയില്ല. ഇതുവരെയും ഒന്നും അനുഭവിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. എന്നാൽ ഇന്ന് ഞാനിപ്പോൾ ഈ വചനം കേൾക്കുമ്പോൾ, നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഗോത്രപിതാക്കന്മാരുടെ അപ്പനായ യാക്കോബിന് കൊടുത്തതായ ആ അത്ഭുതകരമായ അനുഭവം ഇന്നെനിക്ക് തരണം. എൻ്റെ ജീവിതത്തിൽ നീ തരണം. കർത്താവേ, എനിക്ക് പുതിയ പേര് നീ പ്രതിഷ്ഠിച്ചു തരണം. യേശുക്രിസ്തുവിൻ്റെ നാമം നെറ്റിയിലുള്ളതായ ആ അനുഗ്രഹീതമായ അനുഭവത്തിൻ്റെ ധന്യത ഇന്ന് നീ എനിക്ക് തരണം. യേശുക്രിസ്തുവിൻ്റെ നാമം ശിരസിൽ വഹിക്കുവാൻ എന്നെ നീ യോഗ്യനാക്കി തീർക്കണം. ഇവൻ യഹോവയ്ക്ക് വിശുദ്ധം, ഇവൾ യഹോവയ്ക്ക് വിശുദ്ധം, ഇത് യഹോവയ്ക്ക് വിശുദ്ധമെന്ന് നെറ്റിപ്പട്ടം കെട്ടുന്ന അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്ന ആ സ്വർഗീയമായ ശ്രേഷ്ഠാനുഭവം നീ എനിക്ക് തരണം. കർത്താവേ, നിനക്ക് വിശുദ്ധനായി, നിൻ്റെ ഒരു ശുദ്ധിമതിയായി
എൻ്റെ നാളുകൾ ഇനി കഴിപ്പാൻ എനിക്ക് നീ ഭാഗ്യം തരണം. എന്നെ നീ ഒന്ന് കഴുകിയെടുക്കണം, എന്നെ നീ ഒന്ന് ശുദ്ധീകരിച്ചെടുക്കണം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ദൈവത്തിന് സ്തോത്രം. ഇനി നിനക്ക് ഇസ്രായേൽ എന്ന് തന്നെ പേരാകും. ആ പേര് തന്നെ അവനിട്ടു. പ്രിയപ്പെട്ടവരെ, വിഗ്രഹങ്ങൾ മാറിയാൽ പുതിയ പേര് ഉറപ്പാകും, പുതിയ പ്രതിഷ്ഠ. ആ പുതിയ പ്രതിഷ്ഠയുടെ സ്ഥലത്തിന് യാക്കോബ് ബേഥേൽ എന്ന് പേര് വിളിച്ചു. 20 വർഷം മുമ്പ് അതേ പേര് വിളിച്ചതായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ പേര് പിന്നെയും വിളിക്കുന്നു. ഇന്ന് എൻ്റെ സഹോദരീ സഹോദരന്മാരെ, നിങ്ങളുടെ ജീവിതത്തിൽ വർഷങ്ങൾക്ക് മുൻപെടുത്ത സമർപ്പണം ഇന്ന് നിങ്ങൾ പുതുക്കുന്ന ദിവസമായി തീരട്ടെ. പുനഃപ്രതിഷ്ഠയുടെ ദിവസമായി തീരട്ടെ. പുതിയ സമർപ്പണത്തിൻ്റെ ദിവസമായി തീരട്ടെ. പുതിയ തീരുമാനത്തിൻ്റെ ദിവസമായി തീരട്ടെ. പണ്ടെടുത്ത സമർപ്പണം പുതുക്കുന്ന ദിവസമായി തീരട്ടെ. പണ്ട് ദൈവത്തോട് പറഞ്ഞ വാക്ക് പുതുക്കുന്ന അനുഭവമായി തീരട്ടെ. ഇന്ന് ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങളുടെ തലമേൽ വരുവാൻ സംഗതിയാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ് നിങ്ങൾ ആവസിക്കാൻ ഇടയാകട്ടെ. പ്രിയപ്പെട്ടവരെ, യാക്കോബിന് കിട്ടിയ അനുഗ്രഹം, അവൻ്റെ ജീവിതത്തിലെ മാലിന്യങ്ങൾ മാറ്റിയപ്പോൾ അവൻ ലഭിച്ചതായ അനുഗ്രഹം ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ. നിങ്ങളുടെ മേൽ കർത്താവിൻ്റെ ആണിപ്പാടുള്ള കരം വയ്ക്കട്ടെ. സ്നേഹിതരെ, ഞാൻ നിങ്ങളോട് വളരെ എളിമയോടെ പറയട്ടെ, യേശു ക്രിസ്തുവിൻ്റെ കുരിശിൻ ചുവട്ടിൽ ഞാൻ വീണ്ടെടുക്കുന്നു എന്ന് ധ്യാനിച്ചുകൊണ്ട് യേശുക്രിസ്തുവിന് ആ ജയമുള്ള സ്ലീബായിൽ നിന്ന് തിരുരക്തം ഒലിച്ചിറങ്ങി എൻ്റെ ശരീരത്തിൽ പതിക്കുന്നെന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങളൊരു നിമിഷം നിങ്ങളെ തന്നെ സമർപ്പിക്കുമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നിങ്ങൾക്ക് ശുദ്ധീകരണം അനുഭവിക്കാം. നിങ്ങൾക്ക് പുതിയ പേര് നിങ്ങൾക്ക് ലഭിക്കും. ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ രക്തം നിങ്ങളെ കഴുകി വെടിപ്പാക്കും. തെറ്റുകൾ സംഭവിച്ചു പോയി, പാപങ്ങൾ വന്നുപോയി, ദൈവത്തോട് വാക്ക് പറഞ്ഞതിന് ശേഷം പല കാര്യങ്ങളിലും പിന്മാറിപ്പോയി. ശരിയാണ് കർത്താവേ, സത്യം, പിന്മാറ്റങ്ങൾ വന്നുപോയി, തെറ്റുകൾ സംഭവിച്ചു പോയി. എന്നാൽ ഞാനിതാ തിരുമുൻപാകെ വരുന്നു. കുരിശിൻ ചുവട്ടിൽ ഞാനിതാ മുട്ടുമടക്കുന്നു. യേശുവേ, സ്നേഹം ഒഴുകുന്ന കുരിശിൻ ചുവട്ടിൽ, തിരുരക്തം വാർന്നൊലിക്കുന്ന കുരിശിൻ ചുവട്ടിൽ ഞാനിതാ വീഴുന്നു. നാഥ, നീ എന്നെ തൊടണമേ, തിരുരക്തത്താൽ എന്നെ കഴുകണമേ, എൻ്റെ പേര് പുതുക്കി തരണമേ, പണ്ടത്തെ പ്രതിഷ്ഠയിലേക്ക് എന്നെ മടക്കി കൊണ്ടുവന്ന് എനിക്കൊരു പുനഃസമർപ്പണം തരണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ. നിങ്ങളുടെ മേലെ യേശുവിൻ്റെ തിരുരക്തം പതിയുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാം. ആ തിരുരക്തം കൊണ്ട് നിങ്ങൾക്ക് യേശുവിൻ്റെ നാമം നെറ്റിയിൽ എഴുതി തരുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാം. ഫിലദൽഫിയയിലെ സഭയ്ക്ക് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിൻ്റെ നാമം നെറ്റിയിൽ എഴുതി കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമം നെറ്റിയിൽ തരുമെന്നാണ് പറഞ്ഞത്. നമ്മുടെ നെറ്റിയിൽ യേശുവിൻ്റെ നാമം പതിയട്ടെ, യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധിയുടെ നാമം പതിയട്ടെ, യേശുവിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ ഇറങ്ങട്ടെ, പരിശുദ്ധാത്മാവിൽ ആവസിക്കട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമ്മിൽ തഴുകട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമ്മെ ഓരോരുത്തരെയും പൊതിയട്ടെ. ദൈവകൃപയിൽ നമുക്ക് വളരാം, ദൈവകൃപയിൽ നമുക്ക് ഉല്ലസിക്കാം, ദൈവകൃപയിൽ നമുക്ക് ശുദ്ധീകരണം അനുഭവിക്കാം, ദൈവകൃപയിൽ നമുക്ക് പുനഃപ്രതിഷ്ഠ ചെയ്യാം, വീണ്ടും സമർപ്പിക്കാം, പുതിയ പേര് സമ്പാദിക്കാം, പുതിയ പേരുള്ള പുതിയ ഇസ്രായേലായി ഈ ജീവിതയാത്ര തുടരുവാൻ ഭാഗ്യം നമുക്ക് ലഭിക്കട്ടെ. അന്ത്യനാളിൽ ഇവിടെ കയറി വരുവേരെന്നുള്ള ശബ്ദം കേട്ടുകൊണ്ട് പറന്നുയരുന്ന വിശുദ്ധന്മാരുടെ നിരയിൽ പറക്കാൻ നമുക്ക് ഭാഗ്യം ലഭിക്കട്ടെ. അതിനായി നമ്മെ തന്നെ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടുത്തെ ജീവൻ്റെ അരുളപ്പാടുകൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സ്നേഹം നിറഞ്ഞ സന്ദേശത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് പുനഃപ്രതിഷ്ഠ തരുന്ന കൃപയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എല്ലാവരെയും വാഴ്ത്തണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. നാഥാ, തിരുരക്തത്താൽ കഴുകി വെടിപ്പാക്കണമേ. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമീൻ.